ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം. ഉണ്ടോ? ഹലോ, മമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കണ്ടോ, ഇന്ന് ഉണ്ടാക്കിയ ഡിഷായിട്ടാണ് ഞാനാണ് ഇന്ന് ഇൻട്രോ പറയാൻ വന്നേക്കണേ കേട്ടോ. അമ്മ അവിടെ കിച്ചണിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ ഡിഷായിട്ടാണ് ഞാനിന്ന് ഇൻട്രോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് എന്നതിനെ പറ്റിയിട്ട് ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ സ്ഥലത്ത് ഇത് അധികം അങ്ങോട്ട് ഫേമസ് അല്ല. ചില പ്രാദേശികമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഡിഷ് ഫേമസ് ആയിട്ടുള്ളത്. അറിയില്ല കേട്ടോ, കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും ഞങ്ങളുടെ സ്ഥലത്ത് ഇത് അത്ര ഫേമസ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഒരു പേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മുടെ ലെഫ്റ്റ് ഓവർ മാവില്ലേ, ഇഡ്ഡലി മാവ്, ദോശമാവൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കി വരില്ലേ, അപ്പോൾ ആ മാവ് വെച്ചിട്ട് ആ മാവിനകത്ത് കുറച്ച് സവാളയും കുറച്ച് മുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തവയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഫ്രൈഡ് ഇഡ്ഡലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് പണിയാരം എന്ന് പറയുമെന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഇതിന് ഫ്രൈഡ് ഇഡ്ഡലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ സാധനം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. കുറച്ച് ലെഫ്റ്റ് ഓവർ ആയിട്ട് ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ മമ്മാസ് കിച്ചണിൽ കാണാം. നമ്മള് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കഴിച്ചത്. അപ്പൊ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ബാക്കി വന്നായിരുന്നു. അപ്പൊ ആ ബാക്കി വന്ന മാവ് കൊണ്ട് ഞാൻ ഓർത്തേ വൈകിട്ടത്തേക്ക് നമുക്കൊരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കാന്ന്. ബാക്കി വന്ന ദോശമാവ് ചേർത്ത് ഒരു ചെറിയ സ്നാക്കായിട്ട് ഒരു ഐറ്റം തയ്യാറാക്കുവാണ്. അതിലേക്ക് സ്വല്പം ചുമന്നുള്ളി, ഇഞ്ചി, വേപ്പിലയൊക്കെ ചേർത്ത് നമ്മൾ ഊത്തപ്പൊക്കെ ചൂടൂലെ ആ രീതിയിൽ മാവ് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിന് ഞങ്ങള് പേരിട്ടേക്കണത് ഞങ്ങളുടെ പേരാണ്. എന്തെന്നാണെന്ന് പറഞ്ഞു ശരി വരിക. ഞങ്ങള് ഇട്ടേക്കണ പേര് പ്രേക്ഷകർ കേൾക്കുമ്പോ ചിരിക്കും. ഫ്രൈഡ് ഇഡലി എന്നാണ് ഞാനതിനെ പറയണത് കേട്ടോ. അപ്പൊ എന്താ പേരിടണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ അത്രയ്ക്ക് പോപ്പുലർ അല്ല അല്ലേ ഈ ഐറ്റം. ഞങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി ഒട്ടും താമസിക്കണ്ട, തുടങ്ങി നമുക്ക് കഴിക്കാം. ഞങ്ങളിത് ചൂടോടെ ചട്നി കൂട്ടിയാട്ടോ കഴിക്കണത്. ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലോ. സാമ്പാർ ഇല്ല ഇപ്പൊ ഇവിടെ, അതുകൊണ്ട് ചട്നി കൂട്ടിയാണ് കഴിക്കണത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഒരു സ്വല്പം ചുമന്നുള്ളി, ഒരു പച്ചമുളകിന്റെ പകുതി കഷ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം ചെറിയതായിട്ട് ഇഞ്ചി അരിഞ്ഞത്, വേപ്പില. ഇത് നമ്മൾ ഈ ഊത്തപ്പം തയ്യാറാക്കണ മിക്സ് തന്നെ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തു നോക്കണതല്ലേ. അപ്പൊ നമുക്ക് ഈ ഇത്രയാട്ടോ മാവ് ഇരിപ്പുള്ളൂ. ബാലൻസ് മാവാ, രാവിലെ ചുട്ടതിന്റെ ബാക്കി ഇരുന്ന മാവാണ്. അതിലേക്ക് ചേർത്ത് നമുക്ക് അങ്ങ് ഇളക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഇതിപ്പം ഞാൻ ആദ്യം കരുതി ഇത് വേണമെങ്കിൽ ഒന്ന് ഈ പുളിച്ചേപ്പൊക്കെ ചുടും പോലെ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാന്ന്. പിന്നെ ഞാൻ കരുതിയേ ഇതിപ്പോ ആവിയിൽ വേവിക്കുമല്ലോ, നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമല്ലോ. അപ്പൊ പിന്നെ നമ്മളിത് വഴറ്റി ചേർക്കണ്ട, പച്ചനെ അങ്ങ് ചേർക്കാം. അപ്പൊ അതിൽ വെളിച്ചെണ്ണ കിടന്ന് മുരിഞ്ഞോളും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കണ്ടേ. പിന്നെ വേണ്ടേ, ഇനി നമുക്ക് തവയിലേക്ക് എണ്ണ ഒഴിക്കാം. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണ. വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ ഇത് തയ്യാറാക്കണേ. ഗ്യാസ് ഓൺ ചെയ്യാം. കുഞ്ഞു തവയാണല്ലോ. കുഞ്ഞു തവ. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് ഇത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കണമെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമാണ് അങ്ങനെ ചെയ്യാൻ. നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പൊ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ കടുക് വറക്കണ ആ തവയെടുത്ത് ഓരോന്ന് ഇട്ട് വറുത്ത് കോരാന്ന് വിചാരിച്ചു. അപ്പൊ ഓരോന്ന് ഇട്ട് വറുത്ത് കോരണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു മുക്കാത്തവ ഒഴിച്ചാൽ പോരെ? മതി. ഒത്തിരി ആയാൽ ചിലപ്പോ ശരിയാവൂലതേ. ഞാൻ തവയിലേക്ക് ഒഴിക്കുവാണേ. ശരിക്കും നല്ല വട്ട ഷേപ്പൊന്നും ആയിരിക്കും ഇല്ല കേട്ടോ. ഒരു ഉദ്ദേശം ഷേപ്പ്. നമുക്കത്ര ഷേപ്പുള്ള പാത്രം അല്ലല്ലോ. ഓരോന്നേ നമ്മൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമല്ലേ. ഇതെല്ലാവർക്കും എളുപ്പം ട്രൈ
ചെയ്യാവുന്ന കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഡിഷാണ്. ഒരു തവണ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല രുചിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല രസമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ എളുപ്പമല്ലേ. എന്തായാലും ദോശ ഇഡലിയൊക്കെ ചുടാൻ മാവ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പമൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പൊ ആ മാവ് കൊണ്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി. കളയേണ്ട ആവശ്യമില്ല. തലേ ദിവസമുള്ള മാവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ചെയ്യാം. അതെ, നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഉണ്ണിയപ്പ പാത്രം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതില് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഏതാണ്ട് ആയിട്ടുണ്ട്. ഞാൻ കോരുവാണ്. ഇച്ചിരൂടെ ആവാനുണ്ട് ഒരു വശം. എന്നിട്ട് നമുക്ക് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാലില്ലേ പുറം വങ്ങുകയും ചെയ്യും, അകം വേവുകയോ ഇല്ല. അപ്പൊ നമുക്ക് കോരി ഒഴിച്ചു കഴിയുമ്പോൾ എണ്ണ ചൂടാകുന്നവരെ ഫുൾ ഫ്ലെയിമിൽ കിടക്കുക. കോരി ഒഴിച്ചു കഴിഞ്ഞാൽ മീഡിയത്തിലേക്ക് മാറ്റുക. അപ്പൊ 2 വശം ആകം ശരിക്കും വേവ് കയറും. ഇനി നമുക്ക് എടുക്കാം. ഏതായാലും ആയിട്ടുണ്ട്. മതി കോരി വെക്കട്ടെ. അതേ ഒരു ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്തത് കോരി ഒഴിക്കാം. ഇച്ചിരി എണ്ണ കുറവാന്ന് തോന്നി. ഞാൻ അത് കാരണം കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മൾ ഓരോന്നല്ലേ ഇതിലേക്ക് കോരി ഒഴിക്കണം. സെക്കൻഡ് അടുത്തത് ഒഴിക്കാം. ജസ്റ്റ് അങ്ങ് ഒഴിച്ചാൽ മതി. അത്ര ഞാൻ പറഞ്ഞില്ല അത്ര ഷേപ്പ് ഒന്നും അല്ല കേട്ടോ. ശരിക്കും റൗണ്ടൊന്നും അല്ല. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ അനുസരിച്ചിരിക്കും അത്. അപ്പൊ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടോ. എണ്ണ ചൂടായ മീഡിയത്തിൽ കിടക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുരിഞ്ഞു പിന്നെ ശരിയാവും, കരിഞ്ഞു പോകും. ഇതേ ഞാൻ കോരുവാണേ. എണ്ണ വാലാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ കയ്യിലെടുത്ത് വെക്കാം. ഓരോന്നല്ലേ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ടിഷ്യൂന്റെ പുറത്തേക്ക് വെച്ചാൽ മതി. ഇതേ അവനവിടെ ഇരിക്കട്ടെ അല്ലേ. ഇത് ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിക്കരുത്. അപ്പൊ ഉള്ളിലൊക്കെ വേവാൻ ഇച്ചിരി പ്രയാസം വരും. ഒരു മീഡിയം സൈസിൽ ഇത്രയും വലുപ്പത്തിലൊക്കെയാണ്, ഇത്രയും കട്ടിയിലൊക്കെയാണ് ഒഴിക്കാവുള്ളൂ മാവ് അല്ലേ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടാ മതി. അപ്പൊ അതിൽ കിടന്ന് വെന്തോളം. ഇപ്പൊ ആദ്യത്തെക്കാളും നന്നായി ഇത് കണ്ടോ. ഇതൊക്കെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ആദ്യം എണ്ണയൊക്കെ തിളച്ച് വരുമ്പോഴേക്കാണല്ലോ നമ്മൾ ഇടണേ. ഇച്ചിരി ഇതുപോലെ ഇച്ചിരി മൂപ്പ് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നണം. സെക്കൻഡ് ട്രിപ്പും തേർഡ് ട്രിപ്പും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഓരോ പീസ് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാലോ നല്ല ടേസ്റ്റ് ആട്ടോ. അതെ കാണിച്ചു തരാം. നിങ്ങളുടെ ഉള്ളില് ചട്നി കൂട്ടി കഴിക്കാം, അല്ലാതെ ചുമ്മാ കഴിച്ചിട്ട് തന്നെ കഴിക്കാം. കണ്ടോ ഇതിന്റെ ഉള്ളില് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഇഡലിയാണ്. നല്ല രസമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും, എന്നാൽ ടേസ്റ്റിയുമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ശരിക്കും എനിക്ക് തോന്നുന്നത് ചട്നി തന്നെ ഇതിനെ കഴിക്കാൻ ഉത്തമ. സാമ്പാറിൽ ചട്നി ആയിരിക്കും നല്ലത് അല്ലേ. എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ ഇതേക്ക് മറയ്ക്കുവാണ്. ഒരു വശം നന്നായിട്ടായിട്ടുണ്ട്. അതെ ഇത് കണ്ടോ. ശരിക്കും ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഒരു തരം ഓർക്കണ്ടോ പണ്ട് മേടിക്കുന്ന അപ്പം മേടിച്ചോണ്ട് ബട്ടർ ബൺ, അതിന്റെ ഇതുപോലെ എനിക്ക് തോന്നുന്നു അല്ലേ. അത് സ്വീറ്റ് ആണ്. അത് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കണം. ഒരു തരം ബണ്ണ് ഇവിടെ ഇവളുടെ ബാല്യത്തിൽ മേടിക്കുമായിരുന്നു. അത് എന്റെ ഓർമ്മ എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോ ഇങ്ങനെ ഈ ഷേപ്പ് കണ്ടപ്പോ. ഞാൻ അടുത്തത് കോരി ഒഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പണിയാരം നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള ഇഡ്ഡലി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചൂടോടുകൂടി കഴിക്കുന്ന ടേസ്റ്റ്. ചട്നിയോ ചട്നി ഇല്ലാതെയോ ഒക്കെ നമുക്ക് കൂടെ കഴിക്കാം. നല്ല രസമാണ്. ഹലോ, അപ്പൊ ഞാൻ വീണ്ടും വന്നു. എന്തിനാന്നറിയാലോ, ടേസ്റ്റിംഗ് ടൈം. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ പണിയാരം ഉണ്ടാക്കിയത് കേട്ടോ. ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ വൈകിട്ട് രാത്രിയായി നമ്മൾ ഉണ്ടാക്കിയപ്പോഴേക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്ന കാരണം വേഗം തന്നെ ചാടി കഴിച്ചു. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് സൺഡേ വീണ്ടും അമ്മ ഉണ്ടാക്കി. ആ മാവ് തന്നെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ഫ്രൈഡ് ഇഡ്ഡലിയാണ് നമ്മൾ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റിംഗ് ടൈം എല്ലാവരും എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ചെയ്ത് കാണിക്കണമെന്ന്. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ടേസ്റ്റിംഗ് ടൈം കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്, ചില വീഡിയോസിൽ കാണാതാകുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ടേസ്റ്റിംഗ് ടൈം കാണിക്കാത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഫ്രൈഡ് ഇഡ്ഡലി ഇങ്ങോട്ട് കഴിച്ചിട്ട് നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു.
ഇന്നലെ ഉണ്ടാക്കിയതുപോലെ തന്നെ സെയിം ആണിത്. കാണാവോ? ഫോക്കസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ചട്നി ഇട്ടിരിക്കുന്ന കേട്ടോ, തേങ്ങാ ചട്നി ഇട്ടിരിക്കുന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് എണ്ണ വാലാൻ വേണ്ടി വെച്ചിരിക്കുന്ന. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആദ്യം ഈ ചട്നി വെച്ചിട്ടുള്ള ഫ്രൈഡ് ഇഡ്ഡലി തന്നെ എടുക്കാം. ദേ ഒരു തട്ടിക്കൂട്ട് ചട്നി കേട്ടോ, ജസ്റ്റ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയൊരു ചട്നിയാണ്. ഇതാണ് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാൻ തന്നെയില്ല. ആ മാവിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സവാളയും മുളകൊക്കെ ഇട്ടേക്കണ കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് കഴിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സൂമാവട്ടെ. കണ്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ്. ബാക്കിൽ ഇതാ ഇങ്ങനെ കുറച്ച് ഒരു ബ്രൗൺ കളറായിട്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഫ്രണ്ടിലും ബ്രൗൺ കളർ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ തേങ്ങാ ചട്നി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ശരിക്കും കാണാൻ പറ്റാത്തത് കേട്ടോ. കണ്ടോ നല്ല ഫ്ലഫി ആയിട്ടാണ് അകത്തിരിക്കുന്നത്. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. ഫ്രൈഡ് ഇഡ്ഡലി എന്നാണ് പറയണേ. പക്ഷെ ക്രിസ്പി ഒന്നും അല്ല, നല്ല നമ്മുടെ ഇഡ്ഡലി തന്നെ ഇല്ലേ അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഞെങ്ങിയിരിക്കും, നമ്മുടെ വട്ടയപ്പം ഇഡ്ഡലി അതുപോലെ തന്നെ ഇങ്ങനെ ഞെങ്ങിയിരിക്കും. ക്രിസ്പി അല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് കഴിക്കാൻ. സൂപ്പറായിട്ടുണ്ടോ. ഇടയ്ക്കും 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴേ നല്ല രസമാണ്. ഇഡ്ഡലി കഴിക്കാൻ മടിയുള്ളവർക്കും ദോശ കഴിക്കാൻ മടിയുള്ളവർക്കും ഫ്രൈഡ് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഉണ്ടോ ദേ അകവും പുറവും. ചട്നി ഇട്ടിട്ടില്ല അതിനകത്ത്. കണ്ടോ നല്ല രസമല്ലേ. ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും വേഗം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഒട്ടും മറക്കരുത്. കാരണം നല്ലൊരു ഡിഷാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് ബാക്കി വരും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.